ഏതായാലും ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് സദക്കത്തുള്ള എന്നാണ്. ഞാന് പറഞ്ഞല്ലോ ഉമർ സാറിന്റെ മകനാണ്. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് മുമ്പേ പ്രവാസിയായിരുന്നു. പ്രവാസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. അതായത് നാടും വീടും കുടുംബവും എല്ലാം വിട്ടിട്ട് ഗൾഫില് ഒറ്റയ്ക്ക് എന്താ പറയാ ഒരു റൂം ജോലി എന്നുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസരത്തില് പല പ്രാവശ്യമായിട്ട് ഉമർ സാറ് അല്ലെങ്കിൽ എൻ്റെ ഉപ്പ എന്നോട് പല പ്രാവശ്യമായിട്ട് ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ GTSന്റെ ലിങ്ക്, സൂമിന്റെ ലിങ്ക് ഒക്കെ രാവിലെ എന്നും അയക്കും. ഇത് അയക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ തിരക്കാണ്, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞ് പിന്നെ അത് നോക്കൂല. ഇങ്ങനെ എല്ലാ പ്രാവശ്യവും ഞാൻ മൈൻഡ് ചെയ്യില്ല. അത് മൈൻഡ് ചെയ്യാത്തതിന് ഒരു കാരണമുണ്ട്. അതായത് ഞാൻ ആലോചിച്ചു, എനിക്ക് ഇപ്പൊ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം 50,000ന്റെ മുകളിൽ 50,000 റുപ്യ ശമ്പളം. അപ്പൊ ഉപ്പക്ക് ഞാൻ നോക്കുന്ന സമയത്ത് ഈ ഒരു ബിസിനസ്സിലൂടെ തുടക്ക സമയത്ത് 2,000, മാസത്തില് 2,000 3,000 ഒക്കെ കിട്ടുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചൊരു കാര്യം, ഈ 2,000 3,000 വെച്ചിട്ട് എന്ത് ചെയ്യണ്ടല്ലോ, 50,000 വെച്ചിട്ട് ഞാൻ 2,000 3,000 കിട്ടുന്ന ഒരു ജോലിയിലേക്ക് പോകണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ മൈൻഡ് ചെയ്യാതിരുന്നത്. പക്ഷെ ഒരു 3 വർഷം കഴിഞ്ഞ സമയത്ത്, എനിക്ക് മൂന്നാമത്തെ വർഷമായ സമയത്ത് ഒരു 70,000 ശമ്പളമായി. മൂന്നാമത്തെ വർഷം 70,000 ആയപ്പോ ഉപ്പക്ക് ഇവിടെ 1,50,000 1,25,000 മാസത്തിൽ വരുമാനമായി തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. ഞാന് എന്റെ ഇതിലേക്ക് എന്നെ എന്താ പറയാ, തുടക്കം മുതലേ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന എന്റെ പ്രധാനപ്പെട്ട ലീഡർ എന്റെ ഉപ്പ ഉമർ സാറാണ്. അതുപോലെ കുറെ ലീഡേഴ്സ് ഉണ്ട്. നമ്മുടെ ബിജു സാർ, ബെല്ലി സാർ അടക്കമുള്ള വലിയ വലിയ ലീഡേഴ്സിന്റെ ഒരു നിരയാണ്. ഏതായാലും ഞാൻ അതുപോലെ ഉപ്പ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഉപ്പയാണ് എന്റെ മോട്ടിവേഷൻ. അഥവാ ഉപ്പ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ ചെറുപ്പം മുതലേ ഞങ്ങൾ കാണുന്ന ആളുടെ എൻ്റെ ഉപ്പനെ. ഞാൻ പുറത്തുള്ള എന്താ പറയാ, ഇപ്പോ പല MLM കമ്പനികളിലും ആണെങ്കിലും എവിടെയാണെങ്കിലും ഇന്നെ ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു MLM കമ്പനി ഞാനായിട്ട് പരിചയപ്പെടാൻ എന്നോട് ഇതിന്റെ പ്ലാൻ പറയാൻ വേണ്ടി വന്നു. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം, തിരുവനന്തപുരത്ത് ഒരു ഷിബു ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ അവിടെ ഒരു അഹമ്മദ് ഉണ്ട്, അവര് BMW എടുത്തിട്ടുണ്ട്, അവര് ഓടി എടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് എന്റെ ഉപ്പന്റെ അവസ്ഥയാണ്. അപ്പൊ ഉപ്പ മൈ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പേ എന്താണെന്നും ഉപ്പ മൈ ലൈഫിലേക്ക് വന്നതിന് ശേഷം എന്താണെന്നും വ്യക്തമായിട്ട് അറിയുന്ന ഒരാളെ ഞാൻ. അപ്പൊ അതുകൊണ്ട് മൈ ലൈഫ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതിന്റെ 100% ഉറപ്പാണ് എനിക്ക്. കാരണം ഞാൻ മൈ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പേ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്, അതായത് ക്ലാസ് പോകുന്ന +2 ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത്, +2 പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ് പോകുമ്പോൾ ഉപ്പനോട് പറയും, "ഉപ്പ ബസ്സിന് പൈസ വേണം, അല്ലെങ്കിൽ പിന്നെ ഇത് വേണമെന്ന് പറയും, നമ്മളെ ബൈക്കാണെങ്കിൽ പെട്രോൾ അടിക്കാനുള്ള ചെറിയ പൈസ വേണമെന്ന് പറയും." അപ്പൊ ആ സമയത്ത് ഉപ്പ പറയും, "മോനെ കീശയിലുണ്ട്, എടുത്തോന്ന് പറയും." അപ്പൊ ഞാൻ കീശയിൽ പോയി നോക്കുന്ന സമയത്ത് ആകെ 10 റുപ്യ ഉള്ളൂ. അങ്ങനെ ഉപ്പ പറയുന്നത്, എന്നാ മോൻ തൽക്കാലം എവിടുന്നേലും കടം മേടിച്ചോ പറയും. എന്നിട്ട് എവിടുന്നേലും നാട്ടിലെ അങ്ങാടിയിൽ ഏതെങ്കിലും ഷോപ്പുകളിൽ കടം മേടിച്ചിട്ട് എന്ത് ചെയ്യും, തൽക്കാലം ഒരു കടം മേടിച്ചിട്ട് പോകും. എന്നിട്ട് അമ്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും തരുന്ന സമയത്ത്, അല്ലാതെ ഉപ്പ അത് തന്നിട്ട് കൊടുക്കാൻ കഴിയും തോന്നില്ല. കാരണം മാസത്തിൽ 7,000 റുപ്യ ശമ്പളമുള്ള ആള് എത്രത്തോളം, മാത്രമല്ല ഒരു മാസം കഴിയുമ്പോഴേക്ക് മീൻ വാങ്ങാൻ വേണ്ടി അഡ്വാൻസ് ആയിട്ട് ശമ്പളം മേടിച്ചിട്ട് ഏകദേശം ശമ്പളമൊക്കെ ഒരു മാസം അവസാനത്തിന് തീർന്നിട്ടുണ്ടാവും. അപ്പൊ ഉപ്പ അത് അങ്ങനെ അമ്മാവന്മാര് തന്നിട്ട് എന്ത് ചെയ്യും, ആ കടം വീട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഓരോ മാസവും പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ചില സമയത്ത് ഞാനൊരു സാധനത്തിന് ഇപ്പൊ ഒരു 100 രൂപ അയക്കി എന്ന് പറഞ്ഞാൽ അവിടെ 1000 രൂപ അയച്ചു തന്നിട്ട് ബാക്കി അവിടെ വെച്ചോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയതാണ് ഉമർ സാർ. അവിടുന്നാണ് എനിക്ക് ഉമർ സാറിന്റെ അല്ലെങ്കിൽ ഉപ്പയുടെ ഈ ഒരു മാറ്റം വ്യക്തമായത്. പണ്ട് ഞങ്ങള് എന്താ പറയാ, അത്രക്ക് ആഗ്രഹത്തിനനുസരിച്ചല്ല, ആവശ്യത്തിനനുസരിച്ചും ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോ ആഗ്രഹത്തിനനുസരിച്ച് ഇപ്പം ചിലപ്പം പറയും, ഇപ്പം മന്തി തിന്നാൻ പോവാ പറഞ്ഞാൽ അപ്പം പോകും. അതായത് ആഗ്രഹത്തിനനുസരിച്ച് എന്താണോ ആഗ്രഹം, എപ്പോഴാണോ എവിടെയാണോ പോകാനുള്ള ആഗ്രഹം, അതിനനുസരിച്ച് ജീവിക്കുന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഇതിലേക്ക് വരാനുണ്ടായ ഒരു മോട്ടിവേഷൻ ഉണ്ട്. ഞാൻ ഇതില് വന്ന സമയത്ത് വരാനുണ്ടായ ഒരു മോട്ടിവേഷൻ, അതായത് പിന്നെ ഫസ്റ്റ് സമയത്ത് പിന്നെ എന്നോട് ഞാനൊരു സുഹൃത്തിന്റെ ഐഡി അടിച്ചു. അങ്ങനെ ഐഡി അടിച്ചപ്പോ അവനോട് ബിസിനസ് പറഞ്ഞ സമയത്ത് അവനൊക്കെ ഓക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് അവൻ വിളിച്ച് എന്നോട് പറഞ്ഞു, "എടാ, ഇത് വയസ്സന്മാരുടെ ബിസിനസ്സാണ്. ഇത് ഫുള്ള് തന്ത വൈബ് എന്ന് പറയും. ഇപ്പോഴത്തെ ചെക്കന്മാരോട് പറഞ്ഞാൽ തന്ത വൈബ് ബിസിനസ്സാ. ഇതൊന്നും നിങ്ങളെ അന്നെ പോലത്തെ ചെറുപ്പക്കാർക്ക് പറ്റൂലടാ. അത് ഞമ്മക്ക് പറ്റൂല" പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, "ഞമ്മക്ക് പറ്റൂല എന്ന് പറയണ്ട, നിങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ഞാനും ഒരു ചെറുപ്പക്കാരനാണ്. ഞാനും ഈ ഒരു ബിസിനസ്സിൽ വളർന്നു വരും" എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം.
അങ്ങനെ അദ്ദേഹത്തോട് അത് പറഞ്ഞ് ഈ കഴിഞ്ഞ പെരുന്നാളിന്റെ തലേ ദിവസം ഒരു ബുള്ളറ്റ് എടുത്തിട്ട് എന്ത് ചെയ്തു, പുതിയ ബുള്ളറ്റ് എടുക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് ഞാൻ പറഞ്ഞടാ, ഞാൻ ഈ ബിസിനസ്സിലൂടെ ഒരു ബുള്ളറ്റ് അച്ചീവ് ചെയ്യാൻ പോകട്ടോ നാളെ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു ബുള്ളറ്റോ? അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഇതിൽ എന്തെങ്കിലുമൊക്കെ ആവും എന്നുള്ളൊരു മൈൻഡ് വന്നു. പിറ്റേന്ന് ഞാൻ ബുള്ളറ്റ് എടുത്ത് നേരെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞത് ഇതാ ഇതാണ് ബുള്ളറ്റ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ കൊണ്ട് റൈഡൊക്കെ ചെയ്യിപ്പിച്ചു. കാരണം എന്റെ മനസ്സിൽ എന്താ, അതായത് ചെറുപ്പക്കാർക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെറുപ്പക്കാരല്ല ഇതിലുള്ള എന്ന ആ ഒരു ചിന്ത മൂപ്പരെ കൊണ്ട് മാറ്റിയെടുക്കണം എന്നുള്ള ഇപ്പൊ കുറെയൊക്കെ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്, ചെറുപ്പക്കാരൊക്കെ ഉണ്ട് എന്നുള്ള ഇതിലേക്ക് വരുന്നുണ്ട്. അതുപോലെ എന്റെ വരവിലൂടെ എന്റെ അനിയനും ഫസ്റ്റ് ഒക്കെ ഉപ്പനെ നോമിനി ആയിട്ടേ പോലെ പലരും അറിയണ്ട, അനിയൻ പിന്നെ എല്ലാവരുമായിട്ട് നല്ല പരിചയമാണ്. അപ്പൊ അനിയന് ഉപ്പന്റെ നോമിനി എന്ന് പറഞ്ഞിട്ട് ഡ്രൈവറായിട്ട് ഇങ്ങനെ പോലായിരുന്നു. ഒരു ബിസിനസ്സിലേക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, താല്പര്യമല്ല, അതിന് ഒരു സമയം കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ വന്നതോടുകൂടി എന്ത് ചെയ്ത് അവനും ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഇപ്പൊ അവനും സ്റ്റാർ എന്ന റാങ്കിലേക്ക്, സ്റ്റാർ അല്ല റൂബി റാങ്ക് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ വന്നതോടുകൂടി എന്റെ ഫാമിലി അതുപോലെ എന്റെ സിസ്റ്ററും എന്റെ അളിയനും ഒക്കെ ഒന്ന് സ്ലോ ആയി നിന്നിരുന്നു. പക്ഷെ അവരും വീണ്ടും എന്ത് ചെയ്ത് നമ്മളെ ഒരു ആക്റ്റീവ്നെസ് കണ്ടിട്ട് പിന്നെ വീണ്ടും അവരും മൈ ലൈഫിലേക്ക് ഒന്നുകൂടെ ആക്റ്റീവായി വന്നു. അതുപോലെ നമ്മുടെ മൈ ലൈഫിൽ അതായത് നമ്മളോട് ഈ ഒരു പിന്നെ ബോസ് ലീഡേഴ്സ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം, അഥവാ ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗൾഫിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അധ്വാനിക്കും ഞാൻ. അതായത് ഒരു വർക്ക്, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡിലായിരുന്നു ഞാനുള്ളത്, അതായത് ടൈപ്പിംഗ് മേഖലയിലാണ്. അപ്പൊ ഈ മേഖലയിൽ നല്ല രീതിയിൽ അധ്വാനിക്കും, വർക്ക് നല്ലോണം ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യും, അതിനനുസരിച്ച് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കുഞ്ഞാപ്പൊക്കെ എന്ന് പറയും, അതായത് ഒന്ന് പൊക്കി പറയും, മോട്ടറാക്കാന്നൊക്കെ പറയും. അപ്പൊ ഇതിങ്ങനെ പൊക്കി പറയുമ്പോ ഞാനും എന്ത് ചെയ്യും, നല്ലോണം പൊങ്ങും, നല്ലോണം പിന്നെയും ഉഷാറാക്കും, അത് നല്ലോണം വർക്ക് ചെയ്യും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഞാൻ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് വരുമാനം വരുന്നത് എന്റെ മുതലാളിമാർക്കാണ്. എനിക്കെന്താണ് കിട്ടുന്നത്, ശമ്പളം. ഞാൻ വർക്ക് ചെയ്ത വരുമാനം മൊത്തം, അതായത് ലാഭം മൊത്തം വരുന്നത് മുതലാളിമാർക്കാണ്. എന്നാൽ ഇവിടെ ഇവിടെ ഉണ്ട് നമുക്ക് ലീഡേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഉപ്പ, അതായത് ഉപ്പ എന്നെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈലപ്പിലേക്ക് കൊണ്ടുവന്നത്. ഒരു പ്രാവശ്യം സൂമില് പിന്നെ വീഡിയോയിൽ വരലില്ലായിരുന്നു ഞാൻ. സാധാരണ സൂമിൽ, നമ്മളെ സൂമിൽ വീഡിയോയിൽ വരൂല, ഓഡിയോയിൽ ഇങ്ങനെ കേൾക്കുന്നതല്ലാതെ. അപ്പൊ ഉപ്പ ഒരു പ്രാവശ്യം പറഞ്ഞു, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ നല്ല പോലെ ദേഷ്യം പിടിച്ചു. കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ വരാൻ കഴിയുമെങ്കിൽ മാത്രം മൈലേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോയിക്കോളും. ഇവിടെ വീട്ടില് ആ ബിസിനസിന്റെ കാര്യത്തിൽ ഉപ്പയും മോനും അല്ല, അത് അപ്ലൈനും ഡൗൺലൈനും ആയിട്ടാണ് ഉള്ളത്. അപ്പോ നല്ല രീതിയിൽ നമുക്ക് വളർന്നു വരാൻ പറ്റിയ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇവിടെ ഒരു ബെല്ലി സാറിന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ചെറുപ്പക്കാരായ ആളുകൾക്ക് ഒരു ഗുണവും ഒരു ദോഷവും ഉണ്ട്. ആദ്യം ദോഷം എന്താന്ന് ഞാൻ പറയാം, എന്നിട്ട് ഗുണം പറയാം. അതായത് ദോഷം എന്താന്ന് വെച്ചാല് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കുറച്ചൊരു ഏജുള്ള ആളുകളോട് ഈ ബിസിനസ് പറയുന്ന സമയത്ത് അവര് ചിലപ്പോ എന്ത് ചെയ്യും, ആ നമ്മളിത് കുറെ കണ്ടതാണ്, അന്നെങ്ങാണ്ട് കുറെ ഓണം ഉണ്ടതാന്ന് പറയലുണ്ട് ചിലപ്പോ. അപ്പോ ഈ ഒരു അവസ്ഥയാണ് ഈ ചെറുപ്പക്കാർക്ക് ഉണ്ടാവുക. ഈ ഒരു അവസ്ഥ മറികടന്നാൽ, അതേപ്പോ ചെറുപ്പക്കാർക്ക് ഒരു പിന്നെ എന്താ പറയാ കഷ്ടപ്പാട് എന്ന് പറയാനുള്ള ഒരു അവസ്ഥ ഉള്ളു. അത് കഴിഞ്ഞാൽ, അത് മറികടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ പറയാ നല്ല രീതിയിൽ ഈ ബിസിനസ്സിൽ ഒരു 3 കൊല്ലം അല്ലെങ്കിൽ ഒരു 5 കൊല്ലം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാന് 24 വയസ്സിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 5 വർഷം കൊണ്ട് 24, ഒരു 29 വർഷം അല്ല 29 വയസ്സാകുമ്പോഴേക്ക് ഈ ബിസിനസ്സിന് നല്ല രീതിയിൽ ഒരു ഇൻകം വാങ്ങി നല്ല രീതിയിൽ സക്സസ് ആയി കഴിഞ്ഞാൽ, അവിടുന്ന് അങ്ങോട്ട് 29 വർഷം മുതൽ ബാക്കി ഒരു 70 വർഷം ജീവിക്കാൻ അവസരം കിട്ടിയാൽ, അവസരം ദൈവം തന്നാൽ, ബാക്കി ഞാൻ ജീവിതത്തിൽ ആഘോഷിക്കുക അല്ലെങ്കിൽ സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും. അത്രയും കാലം അധ്വാനിക്കാതെ എന്നല്ല, എന്താ പറയാ, ഈ ഒരു ടീമിനെ കൊണ്ടുപോയി നമ്മുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. എന്നാൽ കുറച്ചൊരു വയസ്സുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട, ഇപ്പൊ നമുക്കൊരു ഒരു 60 വയസ്സുള്ള ആളുകളാണെങ്കിൽ ഒരു 65 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ബിസിനസ്സിൽ ചിലപ്പം ഒരു 5 വർഷം കൊണ്ടൊക്കെ ഇതിൽ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രം കേട്ടോ. ഞാൻ പറയുന്നത് ഫുൾ ടൈം ആയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാല് ഒരു 65 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ചിലപ്പോൾ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ടോ ഇനി കൂടിപ്പോയ ഒരു 80 വയസ്സ് വരെ ജീവിച്ചാലും 10-15 വർഷം എന്ത് ചെയ്യുള്ളൂ, അതിന് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുള്ളൂ ഏകദേശം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ വയസ്സായിട്ടുള്ള ആളുകൾ വിചാരിക്കേണ്ടത് എന്ത് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് കാലങ്ങളുള്ളൂ, അപ്പോ ഞങ്ങൾക്ക് ഇനി ഇതില് ചെയ്തിട്ട് കാര്യമില്ല എന്നല്ല, ഉള്ള കാലം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. മാത്രമല്ല, നമ്മൾ ചെയ്താൽ നമ്മള് കാലശേഷം, അതായത് നോമിനേഷൻ ഫെസിലിറ്റി, അതൊരു വല്ലാത്ത പ്രത്യേകത നമ്മളെ കമ്പനിയുടെ പ്രത്യേകത. കാരണം നമ്മളെ കാലശേഷം നമ്മൾ അധ്വാനിക്കുന്നത് എന്തിനാണ്,
നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 10% മാത്രമാണ് നമ്മക്ക് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കുന്നത്. നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടും നമ്മളെ ഭാവിയിൽ നമ്മളെ കുടുംബം, അതായത് നമ്മൾ ഇല്ലാണ്ടായാൽ ഭാവിയിൽ നമ്മളെ കുടുംബം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. എന്നാൽ പല ജോലികളിലും അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പം നമ്മളെ കുടുംബം സ്റ്റോപ്പ് ആവുന്ന ഒരു അവസ്ഥയാണ്. ഇനി പുതിയ ആളുകളാണെങ്കിലും മീൻസ് ചെറുപ്പക്കാരാണെങ്കിൽ ആളുകളാണെങ്കിലും ഇനി ജോലി AI സംവിധാനം വന്നു കഴിഞ്ഞാൽ ജോലി ഇഷ്ടം പോലെ പോകും. AI ഞമ്മക്ക് സംഭവം AIനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാന്ന് കൂട്ടിക്കോളി. പക്ഷേ AI വന്നു കഴിഞ്ഞാൽ ആഗോളതലത്തിൽ ഞാൻ ഇന്നലെ ഒരു കണക്ക് കേട്ടതാണ്. ആഗോളതലത്തിൽ ഇതുവരെ AI കൊണ്ട് 37 കോടി ആളുകളുടെ ജോലിയെ ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് AI. അത് 37 മൊത്തത്തിൽ ട്ടോ 37 കോടി ആളുകളെ ജോലിയെ ബാധിച്ചിട്ടുണ്ട്. ഇനി 2026 ആവുന്നതോടുകൂടി 1.5 കോടി ആളുകളെയും കൂടി നഷ്ടപ്പെടും. ഈ ജോലി നഷ്ടപ്പെടുന്നാണ് പറയുന്നത് AI കാരണം. കാരണം എല്ലാ ഭാഗത്തും, അതായത് ഉദാഹരണത്തിന് കോൾ സെന്ററുകള് അത് ഫുള്ള് റോബോട്ടായി മാറി. പണ്ടൊക്കെ കോൾ സെന്റർ ആണെങ്കിലും ഐഡിയ ആണെങ്കിലും ഏത് ഭാഗത്താണെങ്കിലും കോൾ സെന്ററിന്റെ അവിടെയൊക്കെ അവര് സംസാരിക്കായിരുന്നു. ഡയറക്റ്റ് സംസാരിക്കലായിരുന്നു. ഇപ്പൊ എന്താണ് ഓട്ടോമാറ്റിക്കലി ഓട്ടോമേഷൻ ആണ്. അതായത് നമ്മൾ വിളിച്ചാൽ 1 നിൽക്കുക 2 നിൽക്കുക ഫുൾ ഓട്ടോമേഷൻ ആണ്. അപ്പൊ ഈ കൂടുതൽ ഏറ്റവും കൂടുതൽ അതായത് 41% ലേഡീസിനെയാണ് ഈ ജോലിയെ അതായത് AI ബാധിക്കുന്നത്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 28% മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ AI ഈ ജോലിയെ ബാധിക്കുക, ആൾക്കാരുടെ ജോലിയെ ബാധിക്കുക ലേഡീസിനെയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ നമ്മളിപ്പോ ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം. വേണ്ടേ? ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു ഉദാഹരണത്തിന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു 10 ലക്ഷമെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് വേണം. 10 ലക്ഷം ഒന്നും പോരാ. ഒരു അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ 10 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് വേണം. എന്നാലോ അതിൽ നിന്ന് കിട്ടുന്നതോ ആയിരങ്ങൾ മാത്രമാണ്. ദിവസം 1000, 1500, 2000 ഇതൊക്കെയാണ് കിട്ടുന്നത്. 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്നത് അതാ. ആ ഒരു ബിസിനസ് ഏകദേശം ഒരു 3-4 വർഷം എടുക്കും ആ ഇൻവെസ്റ്റ് ചെയ്ത പണം തന്നെ തിരിച്ചു കിട്ടാൻ. എന്നാൽ ഇവിടെ MLM അഥവാ ഡയറക്ട് സെല്ലിംഗ് അഥവാ MI ലൈഫ് സ്റ്റൈലില് നിങ്ങൾ ആയിരങ്ങൾ മുടക്കിയാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ നേടാമെന്നാണ് കമ്പനി പറയുന്നത്. അത് നേടിയിട്ടുള്ള ആളുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പിന്നെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആയിരങ്ങൾ സമ്പാദിക്കുന്നു. ഇവിടെ MLM-ല് ആയിരങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. അതുപോലെ നമ്മൾ ഈ ഒരു ഒരു ചെറിയൊരു ഉദാഹരണം, അതായത് മൈലൈഫിനെ കുറിച്ച് ചെറിയൊരു ഉദാഹരണം. മൈലൈഫിലൂടെ നമുക്ക് പല രീതിയിൽ ബിസിനസ് ചെയ്ത് പോകാം. ഇപ്പൊ മൈലൈഫിലൂടെ ഉദാഹരണത്തിന് ഒരു ട്രെയിനിൽ കയറിയാൽ ആ ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റ്, AC കമ്പാർട്ട്മെന്റ്, സ്ലീപ്പർ, അതുപോലെ ഇങ്ങനെ 3-4 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ ട്രെയിനിൽ കയറി നമുക്ക് ഏത് കമ്പാർട്ട്മെന്റിൽ കയറാൻ പറ്റും അല്ലേ? നമുക്ക് AC-യിൽ വേണേൽ AC കയറാം. അതുപോലെ ഡോർമ തൂങ്ങി നിൽക്കണേ അവിടെ തൂങ്ങി നിൽക്കാം. അതുപോലെയാണ് മൈലൈഫ്. മൈലൈഫ് നമുക്ക് ജനറൽ കമ്പാർട്ട്മെന്റ് കയറി ജനറൽ കമ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന മാതിരി അതുപോലെ ജോലി ചെയ്യാം. എന്നാൽ AC-യിൽ പോകുന്ന പോലെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മൈലൈഫിൽ പ്രവർത്തിച്ച് മുന്നേറാം. തുടക്കത്തിൽ ചിലപ്പോ എന്താ പറയാ നമ്മൾ ബൈക്കുമേലൊക്കെ പോകുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ ഒരു ബൈക്കുമ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള എല്ലാം കാണാൻ പറ്റും അല്ലേ? നമ്മളെ ചുറ്റുമുള്ള എല്ലാം കാണാൻ പറ്റും. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് ഒരു കാറിൽ പോവുകയാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാം കാണാൻ പറ്റില്ല. എന്നാൽ ചിലതൊക്കെ മിസ്സാവും. എന്നാൽ അത് കാറും മാറിയിട്ട് ഒരു ഒരു ട്രെയിനിൽ പോവുകയാണെങ്കിലോ നമുക്ക് അത്രത്തോളം കാണാൻ പറ്റില്ല. എന്നാൽ അത് മാറി ഫ്ലൈറ്റിലാണെങ്കിലോ ഒന്നും കാണാൻ പറ്റില്ല. ഇതാണ്, അതായത് ബൈക്കുമ്മെ പോണ ആളാണ് മൈ ലൈഫിലെ തുടക്കക്കാരൻ. അതുപോലെ ഫ്ലൈറ്റ് പോണ ആളാണ് മൈ ലൈഫിലെ സക്സസ് ആയ ആളുകൾ. സക്സസ് ആയി കഴിഞ്ഞാൽ ഒരു 5 വർഷം ഇതിൽ കഷ്ടപ്പെട്ടൊന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതില് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇതില് പണിയെടുക്കുക എന്ന് മീൻസ് ഞാനും മൈ ലൈഫിൽ ഉണ്ട് എന്നല്ല വേണ്ടത്. മൈ ലൈഫിൽ ഞാനുണ്ട്, അതായത് മൈ ലൈഫ് എന്നിലുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരണം. നമ്മൾ ഒരു പ്രാവശ്യം കാരണം മൈ ലൈഫ് ഇപ്പോ നമ്മളെ ബിജു സാറെ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. ബിജു സാറെ ഒരു മിനിറ്റ് കിട്ടിയ ബിജു സാർ ആ സമയത്ത് ബിസിനസിന്റെ പ്ലാനോ അല്ലെങ്കിൽ ബിസിനസ്സോ പറയാം. അവർക്ക് വേറൊന്നും കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ഇങ്ങനത്തെ ഒന്നും സംസാരിക്കലോ. മൂപ്പര് ആകെ പറയാ തൊള്ള തുറന്ന ബിസിനസ്സേ പറയുള്ളൂ. അതുപോലെ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു നമ്മളെ ചൊവ്വാഴ്ച ഒരു ആഴ്ച പോയ സമയത്ത് അവിടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ ഏതായാലും ഒരു ജോലി അന്വേഷിച്ച് പോകല്ലേ. അപ്പൊ ഇവരോടൊന്നും സംസാരിച്ച് ചിലപ്പോ ഓൾക്ക് മൈ ലൈഫിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിലോ എന്ന രീതിയിൽ ഞാൻ പോയ സമയത്ത് അവര് എന്ത് ചെയ്തു? പിന്നെ ഞാൻ പോയ സമയത്ത് ഒരാള്, അതായത് എന്റെ തൊട്ടടുത്തുള്ള ആള് പറഞ്ഞത് അവരോടൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം എന്താ? അവർക്ക് പിന്നെ ജോലി ആഗ്രഹിച്ചു പോണ ആളുകളാണ്. അവർക്ക് നമ്മളെ മൈ ലൈഫ് ഒന്നും പറ്റില്ല പറഞ്ഞു. അപ്പൊ ഉമർ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്.
ഞങ്ങള് ബൊമ്മകൾ ഉണ്ടല്ലോ, നമ്മളെ ഈ റെഡിമെയ്ഡ് ഷോപ്പിന്റെ മുന്നിലൊക്കെ നിർത്തി വെച്ച ബൊമ്മകൾ ഉണ്ടല്ലോ, ആ ബൊമ്മകളോടാണെങ്കിൽ പോലും ഞങ്ങൾ എന്ത് ചെയ്യും, ബിസിനസ് പറയും. എന്നിട്ട് ബൊമ്മകൾക്ക് വേണമെങ്കിൽ വന്നോട്ടെ, അല്ലെങ്കിൽ ഇവർക്ക്, അതായത് അതിനർത്ഥം ഞങ്ങൾ ആരോടാണെങ്കിലും, ഞങ്ങൾക്ക് ആരാണെങ്കിലും എന്ത് ചെയ്യും, ഞങ്ങൾ ബിസിനസ് പറയും. അത് ഞങ്ങൾ ഫാമിലി പരമായിട്ട്. ഇപ്പൊ ഈ റീറ്റെയിലിംഗ്, അതുപോലെ റീറ്റെയിലിംഗില്, കാരണം ഉമർ സാർ NTC ലീഡറാണ്. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്നത് NTC ലീഡർ കസാലമ കാലും വെച്ച് പെരയിൽ കുത്തുന്ന, കാറിൽ പോവാണെങ്കിൽ കാറിലും കാലും വെച്ച് കുത്തിരിക്കുന്ന പരിപാടിയല്ല. ഉമർ സാർ ഞങ്ങളെ കൂടെ റീറ്റെയിലിങ്ങിന് വരും. അതായത് ബീച്ചിൽ ഞങ്ങൾ പോകും. ബീച്ചിൽ പോകുന്ന സമയത്ത് ഞാന്, ഉമർ സാർ, എന്റെ വൈഫ്, അതുപോലെ എന്റെ ഉമ്മ, എന്റെ പെങ്ങള്, ചിലപ്പോ എല്ലാവരും കൂടെ പോയിട്ട് എന്ത് ചെയ്യും, ഈ ബീച്ചിലൊക്കെ കണ്ടില്ലേ കുറെ കല്ലുമലൊക്കെ ഇരിക്കുന്ന ആളുകളെ കണ്ടില്ലേ, അതിന്റെ ചുറ്റും എന്ത് ചെയ്യും, വളഞ്ഞാട് നിന്നിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ നിന്നിട്ട് ഒരു പേസ്റ്റ് വെക്കും. അങ്ങനെ ദിവസം പോയ, ഒരു ദിവസം പോയ ബീച്ചിൽ പോയ ഒരു 10 പേസ്റ്റെങ്കിലും വിറ്റിട്ടേ പോരുള്ളൂ. അപ്പൊ ഇങ്ങനെ പോണ സമയത്ത് ഒരാള്, പിന്നെ ഒരു ടീമിലുള്ള ഒരാള് ഉമർ സാറോ പറഞ്ഞിട്ടുണ്ട്, അല്ല നിങ്ങൾ ഉമർ സാർ NTC ലീഡർ അല്ലേ ചോദിച്ചു. അതേ. അപ്പൊ നിങ്ങൾ പേസ്റ്റ് വിൽക്കാനൊക്കെ പോകുമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒക്കെ കരുതി വെച്ച എന്താ, ഈ NTC ITC ഒക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ മാത്രമേ പോകുള്ളൂ എന്നുള്ള. അപ്പൊ ഇവിടെ റീറ്റെയിലിങ്ങിന് ഭയങ്കര പ്രാധാന്യമാണ്. ഇന്നലെ എന്റെ ടീമിലെ ആ ഒരാള് പിന്നെ കവചപ്രാശം വിറ്റ് നോക്കുമ്പോ 1400 ആ MRP റേറ്റിനാ വിറ്റത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ MRP ഒക്കെ വിൽക്കുന്നുണ്ടോ? അപ്പൊ നമ്മളെ ടീം, അതായത് നമുക്കൊരു നിത്യ ചെലവിന് ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഡെയിലി ഇൻകം ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ കമ്പനിയുടെ പ്രത്യേകത, നമുക്ക് ഡെയിലി ഇൻകം ഉണ്ടാക്കാം. ഡെയിലി ഇൻകം എങ്ങനെ ഉണ്ടാക്കുക? അവിടെ ടാർഗറ്റ് ഇല്ല. പല കമ്പനികളെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. എന്നാൽ പല കമ്പനികളിലും ഡെയിലി ഇൻകം കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു 3000 രൂപ പർച്ചേസ് ചെയ്യണം എന്നാണ് ടാർഗറ്റ്, അല്ലെങ്കിൽ ഒരു 5000 രൂപ പർച്ചേസ് ചെയ്യണം ടാർഗറ്റ്, ഡെയിലി പർച്ചേസ് ചെയ്യണം. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു 979 രൂപ എടുത്ത ഒരു കവചപ്രാശം വാങ്ങുക, 1424 രൂപയ്ക്ക് വിൽക്കുക, 450 രൂപ ഡെയിലി ഇൻകം. ഒറ്റ കവചപ്രാശം വിറ്റാൽ 450 രൂപ ഡെയിലി ഇൻകം കിട്ടും. അത് 10 വിറ്റാൽ 4500 രൂപ കിട്ടും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നാൽ ഇവിടെ വീക്കിലി ഇൻകം ഉണ്ട്, ആഴ്ചയിലും കിട്ടുന്നുണ്ട്. നമ്മളെ കമ്പനി പറയുന്നത് നിങ്ങൾക്ക് ദിവസവും വരുമാനം തരാം, ആഴ്ചയിലും വരുമാനം തരാം, എന്നാലോ മാസത്തിൽ വേറെ പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ബോണസ്, ഇങ്ങനെ തുടങ്ങി പല വരുമാനങ്ങളും ഉണ്ട്. മാസത്തിലും തരാന്ന് പറഞ്ഞു, വർഷത്തിലും കമ്പനി തരാന്ന് പറഞ്ഞു. വർഷത്തിൽ, അഥവാ TDF നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ടീം ഡെവലപ്പ് ഫണ്ട് എന്ന രീതിയിൽ നമ്മൾ എത്രയാണോ പ്രവർത്തിക്കുന്നത് അതിന്റെ ഒരു ചെറിയൊരു വിഹിതം നമുക്ക് തിരിച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് പെട്രോൾ ചെലവിനുള്ളത് എന്നൊക്കെ പറയാം. നമ്മളെ ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ZTC മുതൽ മേലോട്ട്, അത് നമുക്ക് താഴെയുള്ള ടീമിനും പ്രാവർത്തികമാക്കാം. അത് ചില ടീമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മിനി TDF എന്നുള്ള പേരില്, അഥവാ ഒരു 10,000 പിന്നെ രൂപ ഒരു മാസം കൊണ്ട് ഒരു TC റാങ്ക് മുതൽ കേട്ടോ, ഒരു TC ആയ ആള് ഒരു 10,000 രൂപ ആൾക്ക് ഒരു മാസം കൊണ്ട് ഇൻകം കിട്ടിയാൽ അതിന്റെ 10% നമ്മളെ മേലുള്ള അപ്ലയൻസ്, അതായത് അപ്ലയൻസ് കൂടിയിട്ട് കൊടുക്കും. അതെന്താന്ന് വെച്ചാൽ TC ആയിട്ടുള്ള ആളുകൾക്കും ഒന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് 10% എന്ന് പറയുമ്പോൾ 10,000 രൂപ ഒരാൾക്ക് മാസം ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു 1000 രൂപ ഇവരെ വകയായിട്ട്, ലീഡേഴ്സിന്റെ വകയായിട്ട് കൊടുക്കും. അത് അവർക്ക് വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ അങ്ങനത്തെ പല കോൺടെസ്റ്റുകൾ, ഇങ്ങനെ മൈ ലൈഫിലൂടെ ഉയർന്നു വരാൻ എന്തൊക്കെ വഴിയുണ്ടോ ആ വഴിയൊക്കെ സ്വീകരിക്കണം എന്നുള്ളതാണ്. അതുപോലെ വർഷങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ മൈ ലൈഫിൽ ചിലപ്പോ, പിന്നെ ഇന്നലെ ഞാൻ തിരൂർ GTS പോയ സമയത്ത് ഒരാള് TC റാങ്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. TC റാങ്ക് അച്ചീവ് ചെയ്തത് ഏകദേശം പിന്നെ 2 വർഷം കൊണ്ട്. 2 വർഷം കൊണ്ടാണ് അത് ആ ഒരു ലേഡി TC റാങ്ക് അച്ചീവ് ചെയ്തത്. ഞാൻ TC റാങ്ക് അച്ചീവ് ചെയ്തതോ 5 മാസം കൊണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, രണ്ടും ഒരേ ബിസിനസ് ആണ്, രണ്ടും മനുഷ്യന്മാരാണ്. അപ്പൊ ഇവിടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, ഇതിന്റെ നമുക്ക് പിന്നെ ഓരോന്നും. ഇപ്പൊ നമ്മൾ പല ആളുകളും പറയും, ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ 3 വർഷമായി ഞാൻ ATC ആയിട്ടുള്ളൂ അല്ലെങ്കിൽ DTC ആയിട്ടുള്ളൂ എന്ന് പറയും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കഥ ഉണ്ട്. അതായത് ഒരു പൂച്ച എലീനെ പിടിക്കാൻ പോയ ഒരു കഥ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഈ പൂച്ച എലീനെ പിടിക്കാൻ പോയ സമയത്ത് അതിന് നല്ല ഓട്ടം ഓടി, പൂച്ച ബാക്കിൽ ഓടി. പെട്ടെന്ന് എന്ത് ചെയ്ത്, എലി ഒരു മാളത്തിൽ കയറി ഒളിച്ചു. അതിൽ പൂച്ച പുറത്താകെ, പൂച്ചക്ക് പിടിക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ എലി തല പുറത്ത് കിട്ട, എലി പൂച്ചനോട് ചോദിച്ചു, അല്ല എന്താണ് വിഷമം ഉണ്ടോ എന്നെ കിട്ടാത്തതിൽ ചോദിച്ചു. അത് ഉണ്ട് എന്നാണ്. അപ്പൊ പൂച്ച എലി പൂച്ചനോട് ചോദിച്ചു, നീ എന്തിനാണ് എന്റെ പിന്നാലെ ഓടിയെന്ന് ചോദിച്ചു. അപ്പൊ പൂച്ച പറഞ്ഞ്, ഞാന് പിന്നെ എന്റെ ഒരു നേരത്തെ അന്നെ കിട്ടിയാൽ എന്റെ ഒരു നേരത്തെ ഭക്ഷണം, അത് കിട്ടിയ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എനിക്ക് ഇന്നത്തെ ദിവസം കുശാലായി എന്നൊക്കെ പറയല്ലേ. അപ്പൊ കുശാലാവും. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ പുറകെ ഓടിയെന്ന് പറയും. അപ്പൊ എലി തിരിച്ചു ചോദിക്കുന്നു, ഞാൻ എന്തിനാ ഓടിയതെന്ന് എനിക്കറിയാമെന്ന് ചോദിച്ചു. ഇല്ലാന്ന്. ഞാൻ എന്റെ ജീവന് വേണ്ടിയിട്ടാണ് ഓടിയത്. ഞാൻ എന്റെ ജീവന് വേണ്ടിയിട്ടാണ് ഓടിയത്, അതുകൊണ്ടാണ് എനിക്ക് ഇത് കിട്ടാതിരുന്നത്. അപ്പൊ നമ്മളിവിടെ നമുക്ക് സാധാ പോലെ എന്താ പറയാ, ഒരു ഒരു
ആഗ്രഹത്തിന് അല്ല ഒരു ആവശ്യത്തിനനുസരിച്ച് ജീവിച്ചു പോകാനാണെങ്കിൽ, അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് നല്ല ഒരു രീതിയിൽ പോകാനാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ജോലി തന്നെ മതി. മൈ ലൈഫിലേക്ക് വരുന്നത് ഒരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻകം. അത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം, ഫുൾ ടൈം ആയിട്ട് ചെയ്യാം, ലൈഫ് ടൈം ആയിട്ട് ചെയ്യാം. ഞാനൊക്കെ ലൈഫ് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. പാർട്ട് ടൈം, ഫുൾ ടൈം, ലൈഫ് ടൈം, ഈ 3 ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കടം കൊടുക്കുന്ന സിസ്റ്റം. നമ്മളെ ലീഡേഴ്സ് ചിലപ്പോൾ നമ്മളെ അടുത്ത് ഒരു 10,000 ഉണ്ടാവും, അല്ലെ കോടികൾ നമ്മളെ അടുത്തുണ്ടാവും. പക്ഷേ ടീമിൽ ഒരാൾക്ക് പോലും കടം കൊടുക്കരുത്. അതൊരു പേസ്റ്റ് ആണെങ്കിലും അത് സ്വന്തം അച്ഛൻ അപേക്ഷയ്ക്ക് കടം കൊടുക്കുന്നത്. അത് നിങ്ങൾ ഉദാഹരണത്തിന് നമ്മളെ കുട്ടികളാണെങ്കിൽ അവരുടെ അച്ഛൻ പൈസ കൊടുക്കുകയാണെങ്കിൽ ഒരു 5 റുപ്യ നിങ്ങളെ വേറെ പൈസ മേടിച്ചു. അതായത് കടം കൊടുക്കുന്ന സിസ്റ്റം തീരെ പാടില്ല. കാരണം എന്താ വെച്ചാല് അതിലുള്ള ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാല്, ഫസ്റ്റ് ഉദാഹരണത്തിന് ഞാൻ എന്റെ അമ്മനൊരു 10,000 പ്രോഡക്റ്റ് കടം കൊടുത്തെന്ന് കൂട്ടിക്കോളി. പക്ഷെ അമ്മോനോടല്ല എനിക്ക് ചോദിക്കാനും പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ പൈസ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഈ പൈസ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് എനിക്കിട്ട് ചോദിക്കാനും പറ്റില്ല. എന്നാലോ അമ്മോന് തരാൻ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും കടം കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ അവസാനം എന്താ പറയാന്നറിയോ, മൈ ലൈഫിലേക്ക് ഞാൻ ചേർന്ന് അവസാനം എനിക്ക് കുറെ നഷ്ടമായി, ഇതൊന്നും കാര്യമില്ല എന്ന് പറയാം. എന്നാൽ കടം കൊടുക്കരുത് നമ്മുടെ ലീഡേഴ്സ് പ്രത്യേകം പറയാറുണ്ട്. അപ്പൊ അത് നമ്മള് ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, നമ്മൾ ടീമിൽ ഓരോരുത്തരെയും വിളിച്ചിട്ട് അനക്ക് എത്രയെങ്കിലും മൈ ലൈഫിൽ വന്നതിന് ശേഷം അനക്ക് എത്ര രൂപ കടണ്ട്, എന്നിട്ട് ആ കട ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ലിസ്റ്റ് ചെയ്യിപ്പിച്ച് വിട്ടിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എന്റെ ടീമുള്ള ആളുകളെ കൊണ്ട് ഞാൻ പറയും, നിങ്ങൾ എത്ര രൂപ കടം കൊടുത്ത്? 1,000 എന്നാ 1,000 എന്നാണ് കിട്ടുക? ഈ ബുധനാഴ്ചക്കുള്ളിൽ ഈ 1,000 നിങ്ങൾക്ക് കിട്ടിയതായിട്ട് എനിക്ക് റിപ്പോർട്ട് വരണം, അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വേണം എന്ന് പറയും. അങ്ങനെ കർശനായിട്ട് കടം കൊടുക്കുന്ന പറ്റ ഒഴിവാക്കുന്നില്ല. അതുപോലെ ഒരു പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് കോഴ്സ് പൂർത്തിയാക്കി മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. അതായത് ഉദാഹരണത്തിന് ഒരു ഗ്യാസിന്റെ പ്രശ്നത്തിനാണെങ്കിൽ ഒരു 3 ലിവേഗൈൻ മസ്റ്റ് ആണ് ഒരു മാസത്തേക്ക്. ഉമ്മൻ കമ്പാനി 3 മാസത്തേക്ക് വേണമെങ്കിൽ 1 മാസത്തേക്ക് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. അതിനൊരു കാരണം എന്താ വെച്ചാല്, ഞാൻ മൈ ലൈഫിലേക്ക് വന്ന സമയത്ത് തുടക്ക സമയത്ത് എന്നോട് ഒരാള്, ഒരു ലേഡി എന്റെ സുഹൃത്തുണ്ട്, ഞാൻ ലിവേഗൈൻ എന്നോട് പറഞ്ഞത്, എടാ ഇത് ഫുൾ ഉട്ടായിപ്പാണ്, ഫുൾ ഒരു റിസൾട്ടും ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു ഒരാൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ഒരാൾക്ക് റിസൾട്ട് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഈ കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ലിവേഗൈൻ എത്ര മാസം കഴിച്ചു? 1 മാസം കഴിച്ചു. എത്ര പ്രോഡക്റ്റ്, എത്ര ബോക്സ് കഴിച്ചു ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഒരു ബോട്ടിലാണ് കഴിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു ഒരു ബോട്ടിൽ പോരെ ഒരു മാസത്തേക്ക്? 3 ബോട്ടിൽ, ഒരു ബോട്ടിൽ 10 ദിവസത്തേക്കാ, 3 ബോട്ടിൽ വേണം ഒരു മാസത്തേക്ക്. അപ്പൊ ആ ലേഡി പറഞ്ഞ കാര്യം എന്താ വെച്ചാല്, അതൊന്നും എനിക്കറിയില്ല, എനിക്ക് തന്ന ആളതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മള് പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതൊരു കോഴ്സ് പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അതിലൂടെ നെഗറ്റീവ് ഉണ്ടാവാം. മാത്രമല്ല നമ്മൾ ഫോളോ അപ്പും ചെയ്യണം. അതായത് ഇപ്പൊ നമ്മള് പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അതായത് ഇത് രാവിലെ 1, രാത്രി 1, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ കുടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അങ്ങോട്ട് നോക്കൂല. പിന്നെ ഒരു മാസം കഴിയുന്നിട്ട് എന്താ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ? പല ആളുകളും ചോദിക്കാൻ തന്നെ പേടിയാണ്. കാരണം റിസൾട്ട് ഇല്ലെങ്കിൽ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുന്നില്ല. പക്ഷെ ഞാൻ എന്റെ ടീമിൽ ഒരാൾക്ക് പിന്നെ മുട്ടുവേദന, മുട്ട് തേയ്മാനത്തിന് വേണ്ടി ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു. അതായത് എന്റെ സുഹൃത്തിന്റെ വൈഫിനാണ്, അല്ല സോറി ഉമ്മാക്കാണ്. അപ്പോ പിന്നെ ഈ സുഹൃത്ത് എന്ത് ചെയ്തു, വിശദമായിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ആ വീട്ടിൽ പോയി നോക്കിയതാ, എന്താണ് അവസ്ഥ എന്നും പോയി നോക്കിയതാ. പോയി നോക്കിയ സമയത്ത് എന്നോട് പറഞ്ഞു നല്ല ഭേദമുണ്ട്, നല്ല മാറ്റം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു മാറ്റമുണ്ടോ? ഓക്കെ, ഞാൻ നിങ്ങൾ കഴിക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെ കൊണ്ട് എടുക്കുന്നതാണ്. എടുത്തു നോക്കുന്ന സമയത്ത് ചാമ്പി തൈലുണ്ട്. ചാമ്പി തൈലത്തിൽ എന്താ പറയാ, ഒരു 2-3 തുള്ളി പോയ മാതിരിയേ ഉള്ളൂ. 5 ദിവസം കൊണ്ട് അല്ല ഒരാഴ്ച കൊണ്ട് ഉപയോഗിച്ചതാ. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഒരാഴ്ച കൊണ്ട് ഇത് എന്താ സ്പ്രേ ചെയ്യലാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നല്ല ഞാൻ ഉപയോഗിക്കില്ല. അപ്പൊ ആഴ്ചയിൽ ആകെ 2 പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന്. രണ്ടാമത് ഞാന് പിന്നെ നിങ്ങൾ കഴിക്കുന്ന ക്യാപ്സൂൾ ഏതൊക്കെയാന്ന് ചോദിച്ചു. അപ്പൊ നോക്കുമ്പോ ഒന്ന് നോവേദന ക്യാപ്സൂളും ഉണ്ട്, നാഷിയം ക്യാപ്സൂളും ഉണ്ട്. അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് കഴിക്കല്, രാവിലെ ഒന്ന് രാത്രി ഒന്നായിട്ടാണ് കഴിക്കല് എന്നാണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ നോവേദന ഒന്ന് പൊട്ടിച്ചു നോക്കി, നോക്കുമ്പോ അതില് അത്യാവശ്യം കുറച്ചൊക്കെ മൂവ് ആയിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി കഴിക്കേണ്ടത്. നാഷിയ പൊട്ടിച്ചു നോക്കുമ്പോ അത് തുറന്നിട്ടല്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾ ഇതിന്റെ കൂടെ കഴിക്കേണ്ടതല്ലേ? അപ്പൊ അത് രണ്ടും ഒന്നല്ലേ? അതായത് ഈ ചുവന്ന കുപ്പിയായതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണ് എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അവര്. അപ്പൊ നമ്മൾ അവിടെ ഞാൻ ആ പറഞ്ഞു കൊടുത്തോണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ആ ആഴ്ച പോയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കാൽഷ്യം കുടിക്കാതെ എന്ത് ചെയ്യും, അവിടെ അങ്ങനെ വെച്ചേക്കും. അത് പിന്നെ അടുത്ത മാസം കുടിക്കും. അപ്പൊ അത് നമ്മൾ ഓരോ പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്തും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണം.
പിന്നെ നമ്മളെ ബിസിനസ് സിമ്പിൾ ആയിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർഗ് വണ്ണിൽ ഒരു 10 പേരെയും ഓർഗ് ടൂവിൽ ഒരു 10 പേരെയും കൊണ്ടുവരാം. ഈ 10 ആളുകൾക്ക് മിനിമം, അതായത് ഒരു പേസ്റ്റും ഒരു ഹെയർ ഓയിലും ഒരു സോപ്പും വാങ്ങിക്കഴിഞ്ഞാൽ 570 പർച്ചേസ് ആവും. ഒരു സോപ്പ്, ഒരു മഹാബലിരാജ് ഹെയർ ഓയില്, ഒരു പേസ്റ്റ്, ഇത് മൂന്ന് വാങ്ങി മാത്രം. അതായത് ഒരു മാസം ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന, അതായത് കുറെ പ്രോഡക്റ്റ് ഉണ്ട്, അതിൽ 3 പ്രോഡക്റ്റ് മാത്രമേ ഞാൻ പറഞ്ഞത്. ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഓർഗ് വണ്ണിലെ 10 ആളുകൾക്ക്, ഓർഗ് ടൂവിലെ 10 ആളുകൾ വാങ്ങിക്കഴിഞ്ഞാൽ 5000 രൂപയുടെ പർച്ചേസ് ഓർഗ് വണ്ണിലും 5000 രൂപയുടെ പർച്ചേസ് ഓർഗ് ടൂവിലും നടക്കും. 10 ആളുകൾ 500 റുപ്യക്ക് വാങ്ങി 5000 റുപ്യ കിടക്കുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒരു മാസത്തിൽ 450 രൂപ കിട്ടും. നമുക്ക് കിട്ടിയോ? കിട്ടി. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാറോ, ഓർഗ് വണ്ണിലുള്ള 10 ആളുകൾക്കും ഇതുപോലെ 450 രൂപ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. നമുക്ക് എത്ര കിട്ടും? കാരണം ഓർഗ് വണ്ണിലുള്ള ആളുകൾ 10 ആളുകൾ കൊണ്ടുവന്നാൽ 100 ആളായി. ടൂ ഉള്ള ആളുകൾ 10 ആളുകൾ കൊണ്ടുവന്നാൽ 100 ആളായി. അപ്പൊ നമുക്ക് 4500 കിട്ടും. അത് അതിലും കൂടുന്ന സമയത്ത് വരുമാനം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഞാൻ പറയുന്നത് 95 അല്ലെങ്കിൽ കവചപ്രാശം ഒന്നും എടുക്കാതെയാണ്. വെറും സോപ്പും പേസ്റ്റും ഹെയർ ഓയിലും മാത്രം ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഒരു മാസം 4500 മുകളിൽ ഉണ്ടാക്കാൻ പറ്റും. പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ 100 ആളുകളെയും നമ്മളെ പരിചയം ഉണ്ടാവില്ല. പക്ഷെ 10 ആളുകൾ നമ്മൾ ഓർഗ് വണ്ണിലും 10 ആളുകൾ ഓർഗ് ടൂവിലും നമ്മൾ പരിചയമുള്ള ആളുകളായാൽ മതി. അതുപോലെ അവസരം നമ്മൾ മൈനേക്ക് നമുക്ക് ഈ ഒരു അവസരം കിട്ടിയത് പലരും പറയുന്നുണ്ട്, അതായത് ദൈവ നിയോഗമാണ്. നമുക്ക് കിട്ടിയത് ദൈവ നിയോഗ സത്യമാണ്. കാരണം ഈ ഒരു അവസരം നമുക്ക് പല ആളുകൾക്കും, പിന്നെ എന്താ പറയാ, കഷ്ടപ്പെട്ട്, എന്താ പറയാ, ഇപ്പൊ ഉമർ സാർ അവസ്ഥയാണെങ്കിലും ഉമർ സാർക്ക് പണ്ട് കടങ്ങളൊന്നുമില്ല. പക്ഷെ എന്താ പറയാ, ആ ഒരു കഷ്ടപ്പാടിൽ ഉള്ളതുകൊണ്ട് ഓണം പോലെ നല്ല ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയെന്ന് ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിച്ചത് മൈലേജിലാണ്. അപ്പൊ ഇതുപോലുള്ള അവസരം, ഈ അവസരം പലർക്കും പല സമയം, എല്ലാ സമയത്തും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അതിന്, അതായത് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് ഉപയോഗപ്പെടുത്തണം. അതിനൊരു ചെറിയൊരു കഥ കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പിന്നെ വൃദ്ധനും ഒരു വയസ്സായ ഒരു അമ്മയും അച്ഛനും ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ താമസിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ നാട്ടിൽ ഒരു സുനാമി വന്നു. സുനാമി വന്ന സമയത്ത് ഈ അച്ഛനും അമ്മയും എന്ത് ചെയ്ത്, പലരും പറഞ്ഞു, ഫ്ലാറ്റിലുള്ള പലരും പറഞ്ഞു ഇവിടെ സുനാമി വരുന്നുണ്ട്, നിങ്ങൾ രക്ഷപ്പെട്ടോളി എന്ന്. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞത്, ഞങ്ങളെ ദൈവം നോക്കിക്കോളും, നിങ്ങളെ കാര്യം നോക്കിക്കോളി എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വെള്ളം കയറി 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 വന്ന് അപ്പൊ എന്ത് ചെയ്ത്, അവരെ ഫ്ലാറ്റിന്റെ അവിടെ എത്തിയ സമയത്ത് ഈ അച്ഛനും അമ്മനോടും ഫയർഫോഴ്സിന് ആളുകൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേഗം രക്ഷപ്പെട്ടോളി എന്ന് പറഞ്ഞു. അപ്പോ ഈ അച്ഛനും അമ്മയും പറഞ്ഞത്, അല്ല, നിങ്ങളെ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തിക്കോളി, ഞങ്ങളെ കാര്യം ദൈവം നോക്കിക്കോളും എന്നാണ്. കാരണം ദൈവത്തിലുള്ള അത്രയ്ക്കുള്ള വിശ്വാസമാണ്. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഹെലികോപ്റ്ററിൽ ആളുകൾ വന്നു. ഹെലികോപ്റ്ററിൽ നാവികസേന വന്ന സമയത്ത് ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് ഏണി താഴെട്ട സമയത്ത് എന്ത് ചെയ്ത്, ഇവര് പറഞ്ഞല്ല, നിങ്ങൾ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തിക്കോളി, ഞങ്ങളെ ദൈവം നോക്കിക്കോളും പറഞ്ഞു. പെട്ടെന്ന് എന്ത് ചെയ്ത്, ആ സുനാമി ഇവരായി ഒരു അച്ഛനെയും അമ്മനെയും കൊണ്ടുപോയി. ഇവർ രണ്ടാളും മരിച്ചു. പരലോകത്തെത്തിയ സമയത്ത് ദൈവത്തിനോട് ചോദിച്ചു, അല്ല ദൈവം, ഞാൻ ഇത്രയും അന്നിൽ വിശ്വസിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഞാൻ പറഞ്ഞത്, ഞങ്ങളെ ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞു, എന്നിട്ടും ഞങ്ങളോട് ഈ ചതി ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഫസ്റ്റ് സമയത്ത് നിങ്ങൾക്ക് ഒരു അവസരമായിട്ട്, രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങളെ ഫ്ലാറ്റിലുള്ള ആളുകളെ പറഞ്ഞു, അതിൽ നിങ്ങളെ രക്ഷപ്പെട്ടില്ല. രണ്ടാമത് നിങ്ങൾക്ക് ഫയർഫോഴ്സിന്റെ ആളുകളെ പറഞ്ഞു, അതിലും നിങ്ങളെ രക്ഷപ്പെട്ടില്ല. വീണ്ടും നിങ്ങളെ ഹെലികോപ്റ്ററിലുള്ള ആളുകൾ പറഞ്ഞു, അതിലും നിങ്ങളെ രക്ഷപ്പെട്ടില്ല. പിന്നെ നിങ്ങൾ രക്ഷപ്പെടുത്താൻ ഞാൻ ഇനി എന്താ ചെയ്യുന്നത്? കാരണം 3 രീതിയിൽ അവസരം കൊടുത്തിട്ട് അവർ രക്ഷപ്പെട്ടിട്ടില്ലേ, പിന്നെ ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്, അത് എന്ത് ചെയ്യും, നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ മൈലേപ്പിനെ നല്ല രീതിയിൽ അടുത്തറിഞ്ഞാലേ മൈലേപ്പിന്റെ അവസ്ഥ അറിയുള്ളൂ. പുറത്തുനിന്ന് നോക്കി കാണുന്ന ആളുകൾക്ക് മൈലേപ്പിനെ കുറിച്ച് അറിയില്ല. അതിനും ഒരു ചെറിയൊരു കഥ പറഞ്ഞത്, അതായത് ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ, അതായത് സോറി, ഒരു കൈയില്ലാത്ത ആള്, പിന്നെ കൈയില്ലാത്ത ആൾ എന്ത് ചെയ്തു, പിന്നെ ഒരു പെട്ടെന്ന് എനിക്ക് കൈയില്ലാത്തതുകൊണ്ട്, കാരണം അദ്ദേഹത്തിന്റെ വിഷമം കാരണം അദ്ദേഹം എന്ത് ചെയ്തു, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി താഴോട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയത്ത് താഴെയുണ്ട് ഒരാൾ എന്ത് ചെയ്യുന്നു, തുള്ളിച്ചാടി പോന്നു. ആൾക്ക് എന്തില്ല, കയ്യൂല കാലുമില്ല. അപ്പൊ ആ ആള് ഭയങ്കര ആവേശത്തോടെ, അങ്ങനെ ഉണ്ടല്ലോ, എനർജി ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇയാൾ ആലോചിച്ചു, ഒരു കൈയും ഇല്ലാത്ത ആള് ഞാൻ ഇങ്ങനെയാണ് ഇത്ര സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, ആ ആള് കൈയും കാലും ഇല്ലാത്ത ആള് ഇത്രയും ആവേശമായിട്ട് തുള്ളിച്ചാടി പോകണ്ടെങ്കിൽ അതിനെന്താ കാരണം? അദ്ദേഹം ആത്മഹത്യ ചെയ്യാതെ തിരിച്ചിറങ്ങി താഴെ പോയ നോക്കിയ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇതില്
ഇത്ര ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഇൻസ്പയർ ആവാൻ കാരണം ചോദിച്ച സമയത്ത് ഒന്നുമില്ല, പുറത്ത് എറുമ്പ് കടിച്ചിട്ടാണ്, വേറെ ഒന്നും അല്ലാന്നാണ്. അപ്പോ എറുമ്പ് കടിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം തുള്ളിച്ചാടുന്നത്. അപ്പൊ നമ്മൾ മൈലൈഫിനോട് അടുത്തറിഞ്ഞാൽ മാത്രമേ മൈലൈഫിനെ മനസ്സിലാവുള്ളൂ. ദൂരെ നിന്ന് നോക്കിയാൽ മൈലൈഫിന് ഒന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. പിന്നെ പല ബിസിനസ്സുകളും, അതായത് ഫെയിൽ ആവാൻ ബിസിനസ്സുകൾ, അല്ലെങ്കിൽ നമ്മളെ മൈ ലൈഫ് ആണെങ്കിലും, ഈ മൈ ലൈഫിൽ നമ്മൾ വിചാരിക്കും നമുക്ക് പൈസ ഇല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് പല ആളുകൾക്കും ചിന്ത ഉണ്ടാവും. ഇവിടെ പണം ആവശ്യമില്ല. ഒരു 5000 രൂപ ഒരാൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അല്ല, ഒരു 5000 പോട്ടെ, 1000 രൂപ ഇല്ലാത്ത ഇന്ന് ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അത് പറ്റേ എന്താ പറയാ, ഒരു പിന്നെ ഭിക്ഷക്കാരെടുത്തപ്പോ ഭിക്ഷക്കാരാണ് ഏറ്റവും നല്ല പണക്കാരെന്നാണ്. അപ്പോ 1000 രൂപ ഇല്ലെങ്കിൽ ഒരാളുടെ നിന്ന് കടം വാങ്ങുക. എന്നിട്ട് ഈ ഒരു 1000 രൂപ കൊണ്ട് മാത്രമേ നമ്മളെ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതിനൊരു ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് നമ്മളൊരു 1000 രൂപയ്ക്ക്, ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും വില കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളെ ഷാമ്പു, കംപ്ലീറ്റ് കെയർ ഷാമ്പു. 24 രൂപയാണ്. 1000 രൂപയ്ക്ക് 41 ഷാമ്പു കിട്ടും. നമുക്കത് 38 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. അല്ല, 39 രൂപയ്ക്ക് വിൽക്കാം. MRP 39. ഒരു രണ്ടോ മൂന്നോ ഷാമ്പു എങ്കിലും ഒരു വീട്ടിൽ എടുത്തുന്ന് വരിക. ഈ 41 ഷാമ്പു വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 570 രൂപ ലാഭം കിട്ടും. ഏത്, കോസ്റ്റിന്റെ പുറമെ 1000 രൂപ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ 1570 രൂപ ലാഭം കിട്ടും. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഷാമ്പു ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് കുറെ എണ്ണം 41 നിൽക്കട്ടെ. 979 ഒരു കവച പ്രാവശ്യം എടുത്തിട്ട് 1400 ഇതിന് വിട്ടാൽ 450 കിട്ടൂലേ? ഇത് മാത്രം നമുക്ക്, അതായത് നമുക്ക് ഇവിടെ വളരാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ പിന്നെ വേറൊരു, ഞാനൊരു കാൽക്കുലേറ്റ് ചെയ്ത ഒരു സംഭവം, അതായത് 3 വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ വരുമാനം. ഇപ്പൊ ഉദാഹരണത്തിന് ഫസ്റ്റ് ഞാൻ ഉപ്പ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഉപ്പക്ക് ഇതിൽ വരുമാനം 1000, 2000, 3000 ഒക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് അവിടെ 50,000 ഉണ്ട്. ഒരു വർഷത്തോളം 50,000 സാലറി. ഏകദേശം ഒരു വർഷത്തോളം 12 വർഷം കൂട്ടുകയാണെങ്കിൽ ഒരു 6 ലക്ഷം കൊണ്ട്, 6 ലക്ഷം രൂപ ഞാൻ 12 വർഷം കൊണ്ട്, 12 മാസം കൊണ്ട് ഞാൻ സമ്പാദിച്ചു. അതായത് ഒരു വർഷം കൊണ്ട് 6 ലക്ഷം രൂപ സമ്പാദിച്ചു. പിറ്റേ വർഷം എനിക്ക് 60,000 ശമ്പളം. അപ്പൊ ഒരു 7,20,000 ഞാൻ ഒരു കണക്ക് കൂട്ടി വെച്ചാണ്. അപ്പൊ ഒരു 7,20,000 കിട്ടി. പിറ്റേ വർഷം, മൂന്നാമത്തെ വർഷം എനിക്ക് 70,000 ശമ്പളം. അതൊക്കെ ഒരു 8,40,000. അപ്പൊ ഇത് മൂന്ന് കൂട്ടുക. 6 ലക്ഷവും 7,20,000, 8,40,000 കൂട്ടുന്ന സമയത്ത് 21,60,000 റുപ്യ എനിക്ക് 3 വർഷം കൊണ്ട് ഞാൻ സമ്പാദിച്ചത്. ഞാൻ ജോലി ചെയ്തിട്ട്, അതായത് നാടും വീടും കുടുംബവും കല്യാണവും കളിയാട്ടവും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഒറ്റക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഞാൻ സമ്പാദിച്ചത് 21,60,000 രൂപ. ഉമർ സാർ ഈ ഒരു ബിസിനസ് ഞാൻ മനസ്സിലാക്കി, ഇത് രണ്ടും ഞാൻ താരതമ്യം ചെയ്ത് നോക്കിയത്. ഉമർ സാർ ഈ ബിസിനസ്സിലേക്ക് വന്ന് 3 വർഷം കൊണ്ട് ഏകദേശം 3 കോടി ബിസിനസ്സുകളിൽ 3 വർഷം കൊണ്ട്, ഇപ്പൊ 3 കോടിക്ക് മേളിൽ കയറി 4 കോടിന്റെ അടുത്തായിട്ടുണ്ട്. പക്ഷെ 3 കോടി ബിസിനസ്സുകളിൽ ഒരു 3 വർഷം കൊണ്ട് ഉമർ സാർ മാച്ച് ആയിട്ടുണ്ട്. 3 കോടി ബിസിനസ് വോള്യത്തിന് 12% എന്ന് പറയുമ്പോൾ 36 ലക്ഷം റുപ്യ. അതായത് ഉമർ സാർ 3 വർഷം കൊണ്ട് 36 ലക്ഷവും, ഞാൻ 3 വർഷം കൊണ്ട് ജോലി ചെയ്ത് സമ്പാദിച്ച് 21,60,000. എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. എന്നാൽ ഈ 36 ലക്ഷം 3 വർഷം കൊണ്ട്, 36 ലക്ഷം മാത്രമല്ല, പേഴ്സണൽ നമ്മളെ പെർഫോമൻസ് ബോണസ് 2 വർഷത്തോളം 13,000 രൂപ കമ്പനി ഫ്രീ ആയിട്ട്, അതായത് 13,000 രൂപ 2 വർഷം സ്ഥിരമായിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12 ലക്ഷം റുപ്യ. ഇത് 2 വർഷത്തോളം സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ DTC റാങ്കിൽ ലോയൽറ്റി ബോണസ്, അതുപോലെ ഇപ്പൊ NTC റാങ്കിൽ NTC ബോണസ് 13,000 റുപ്യ. ഇങ്ങനെ നല്ല രീതിയിൽ ഏകദേശം ഒരു 50 ലക്ഷത്തിന് മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 50 ലക്ഷത്തിന് മുകളിലും ഉമർ സാർ സമ്പാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജോലി ചെയ്തിട്ട് വിജയിച്ച ആളുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പിന്നെ തേപ്പ് പണിക്കാരൻ ഏതെങ്കിലും വിജയിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? തേപ്പ് പണിക്കാരൻ, അതായത് കുറെ ആളെ കൊണ്ട് തേപ്പിന് കരാറൊക്കെ കൊണ്ടുവന്ന ആളുകളല്ല. അതായത് ആ ആള് ചെയ്യുന്ന എന്താണ്, കുറെ ആളുകളെ കൂട്ടി ആ ആളുകൾ ചെയ്യുന്ന വരുമാനത്തിൽ ചെറിയൊരു ഇൻകം കിട്ടുന്നതല്ല. ഇവിടെ ഏതെങ്കിലും ഒരു പണിക്കാരൻ, ഇപ്പൊ ഉദാഹരണത്തിന് കൂട്ടിക്കോളൂ, ഒരു പിന്നെ തേപ്പ് അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ആ പണിക്കാരൻ വിജയിക്കൂല. ചിലപ്പോ അതിന്റെ മുതലാളി വിജയിച്ചെന്ന് വരും. ബിസിനസ് ചെയ്യുന്ന ആളുകളെ ജീവിതത്തിൽ വിജയിച്ചതായിട്ട് ചരിത്രമുണ്ട്. ജോലി ചെയ്തിട്ട് വിജയിക്കൂല. ജോലി ചെയ്തിട്ട് ആഗ്രഹത്തിനനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യങ്ങൾക്കും ആവശ്യത്തിനനുസരിച്ച് ജീവിച്ചു പോകാൻ പറ്റും. അപ്പോ എന്താ പറയാ, നമുക്ക് ജോലി ചെയ്തിട്ട് ഇവിടെ വിജയിക്കാൻ പറ്റില്ല, ബിസിനസ് ചെയ്തിട്ടേ വിജയിക്കാൻ പറ്റുള്ളൂ. എന്നാലോ ബിസിനസ് ചെയ്യുന്ന ലക്ഷങ്ങളും ഇൻവെസ്റ്റ് ചെയ്യണം. ഇവിടെ അതൊന്നും വേണ്ട. ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, കോടികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അതില്ലാതെയാണ് നമുക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഒരു മിനിറ്റ് പോയിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ, പണ്ട് ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത്
ഞാൻ ഏകദേശം ഒരു ഏഴാം ക്ലാസ് വരെ ഞാൻ മദ്രസയിൽ പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനമായിരുന്നു. ഏഴാം ക്ലാസ് വരെ. അതായത് പ്രസംഗം എന്ന് പറയാൻ കാണാപ്പാഠം പഠിക്കും. ഒരു മാസം മുന്നേ നമുക്ക് പ്രസംഗം എഴുതി തരും. പിന്നെ എന്റെ പ്രശ്നങ്ങള് ഇപ്പോഴും യൂട്യൂബിൽ എന്റെ ഒരു പണ്ടത്തെ ഒരു പ്രസംഗം ഉണ്ട്. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി തരും. അത് നമ്മൾ കാണാപ്പാഠം പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പല ആളുകൾക്കും അറിയാം നബിദിനം, അതായത് നബിദിന സമയത്ത് ഈ പ്രസംഗിക്കുന്ന ആളുകൾ അപ്പൊ നല്ല രീതിയിൽ ആവേശത്തോടു കൂടി ഞാനും പ്രസംഗിക്കും. 7 വർഷം കേട്ടോ, ഏഴാം ക്ലാസ് വരെ. അങ്ങനെ ഏഴാം ക്ലാസ് കഴിഞ്ഞ് അല്ല ഏഴാം ക്ലാസ്സിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്തു, മദ്രസയിൽ ഫസ്റ്റ് കിട്ടിയ സമയത്ത് അവിടെ റേഞ്ച് തലത്തില്, അതായത് നമ്മൾ സബ് ജില്ല എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു മത്സരം നടന്നു. അവിടെ എങ്ങനെയാന്ന് വെച്ചാല് നമുക്കൊരു 10 മിനിറ്റ് മുന്നേ ഒരു വിഷയം തരും. ആ വിഷയം നമുക്കൊരു എന്താ പറയുക, പേപ്പർ കടലാസ് ചുരുട്ടിയിട്ട് തരിക. അങ്ങനെ എനിക്ക് കിട്ടിയ വിഷയം എന്താ വെച്ചാല് തീവ്രവാദവും മുസ്ലിങ്ങളും എന്നുള്ളൊരു വിഷയമാണ് അന്ന് കിട്ടിയത്. തീവ്രവാദം എന്താന്ന് അറിയാത്ത ഞാൻ, അതായത് ഏഴാം ക്ലാസ് പഠിക്കുക എന്ന് പറയുമ്പോൾ തീവ്രവാദം എന്താന്ന് അറിയാത്ത ഞാനാണ് ഈ തീവ്രവാദവും മുസ്ലിങ്ങളും എന്ന് പറയാൻ, ഞാൻ അവസാനം സ്റ്റേജിൽ കയറിയിട്ട് അവന് തീവ്രവാദം എന്നാൽ തീവ്രവാദമാണ്, മുസ്ലിങ്ങൾ എന്നാൽ മുസ്ലിങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്നാണ് ഞാൻ പോകുന്നത്. അന്നത്തോടുകൂടി ഈ പ്രസംഗിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലാസ് എടുക്കുക എന്നുള്ള സംഭവം ഞാൻ അന്നത്തോടുകൂടി ഒഴിവാക്കിയതാണ്. പക്ഷെ ഉപ്പാന്റെ മനസ്സിൽ ചെറുപ്പത്തിൽ എന്നെ ഒരു പ്രാസംഗികനാക്കണം, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്ന ആളാക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രസംഗം നടക്കില്ല എന്ന് തോന്നിയപ്പോൾ ടീച്ചർ ആവാൻ വേണ്ടി നോക്കി. അതായത് നമ്മളെ അറബിക് ടീച്ചർ ആവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതും നടന്നില്ല. അവസാനം എന്ത് ചെയ്ത്, ആ ആഗ്രഹം എന്നിൽ വിട്ടിട്ട് ഞാൻ ഗൾഫിൽ പോയി. അപ്പൊ അവിടെ എന്തോ ബിസിനസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഉയർന്നു വരും എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ വീണ്ടും ഉപ്പാന്റെ ആഗ്രഹം പോലെ ദൈവം മൈ ലൈഫിലേക്ക് എന്നെ കൊണ്ടുവന്ന് ഇപ്പൊ 1 മണിക്കൂർ 2 മണിക്കൂർ അല്ല, എത്ര സമയം വേണമെങ്കിലും ബിസിനസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഞാൻ റെഡിയാണ്. കാരണം സമയമില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ നമ്മളെ ഈ പല കമ്പനികളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് 2-3 ദിവസം മുമ്പേ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽസ് കണ്ടു, അതായത് വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ ലേഡീസിനാണ് സുഖം എന്നൊക്കെ പറഞ്ഞിട്ട് റീൽസ് കണ്ടത്. അപ്പൊ ഞാൻ അതിന്റെ പിന്നാലെ പോയി നോക്കി, എന്താണ് ഉടായിപ്പ് എന്ന് അറിയണല്ലോ. അപ്പൊ പോയി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച്, അപ്പൊ നിങ്ങൾ ഇന്ന കമ്പനിയാണ്, ഞങ്ങൾ ഇന്ന കമ്പനിയാണ്, അവർ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്, ഇന്ന കമ്പനിയാണ്, ഈ കമ്പനിയിൽ നിങ്ങൾക്ക് പേരും സ്ഥലവും അയക്കാൻ പറഞ്ഞു, സേവ് ചെയ്യാനും പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു, അതൊക്കെ ചെയ്യാം, പക്ഷെ എനിക്ക് ആദ്യം ഈ കമ്പനിയെ കുറിച്ചൊന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങളുടെ ഒരു 3 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക, സ്റ്റാറ്റസ് ഇട്ടാലേ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ എനിക്ക് വേണ്ട, കാരണം എനിക്ക് അങ്ങനെ അറിയാൻ താല്പര്യമില്ല. ഒരു കമ്പനിയെ കുറിച്ച്, ഉദാഹരണത്തിന് മൈ ലൈഫിനെ കുറിച്ച് പറയണമെങ്കിൽ അല്ലെങ്കിൽ അറിയണമെങ്കിൽ നിങ്ങളോട് ആരോടെങ്കിലും നിങ്ങൾ ഇന്ന ഇത് ചെയ്യണം, അല്ലെങ്കിൽ GTS വരണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇന്ന ടാസ്ക് എത്ര റുപ്യക്ക് പർച്ചേസ് ചെയ്യണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞാനും ചിന്തിച്ചത് എന്താ, അതൊന്നും ആവശ്യമില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടാന്ന്. പിന്നെ അവർ കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന സമയത്ത് വർക്ക് എന്താണെന്ന് ലാസ്റ്റ് ഘട്ടം വരെ ഞാൻ ചോദിച്ചിട്ട് അവർ പറയണില്ല. വർക്ക് എന്താണെന്നും പറയുന്നില്ല, ഇൻകം എങ്ങനെയാണ് കിട്ടുന്നതെന്നും പറയുന്നില്ല. അവർ ഇൻകം കിട്ടിയതിന്റെ ഒരു സോഴ്സ് കാണിച്ചത് ജിമെയിൽ വന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഒരു വീഡിയോ അവർ കാണിച്ച, ഒരു ലേഡി കാണിച്ചപ്പോ സൂം മീറ്റിംഗ് പോലെ ഒരു മീറ്റിംഗിൽ ജിമെയിലിൽ വന്നൊരു നോട്ടിഫിക്കേഷനാണ്. ജിമെയിലിൽ വന്ന നോട്ടിഫിക്കേഷൻ നമുക്കും ഉണ്ടാക്കാൻ പറ്റും അതുപോലെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് പറ്റില്ല, കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് കമ്പനി റൂൾസ് ആണ്. ഇവിടെ 5 മാസം കൊണ്ട് എനിക്ക് കിട്ടിയ വരുമാനം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നല്ല, ഇനി എന്ത് വേണമെങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റും. അതാണ് നമ്മളെ പ്രത്യേകത. അതുപോലെ വേറൊരു കമ്പനിയിൽ നമ്മളെ കമ്പനിയുടെ പ്രത്യേകത മനസ്സിലാക്കുക. ഒരു കമ്പനിയിൽ 37,000 രൂപയുടെ പർച്ചേസ് ചെയ്താൽ മാത്രമേ ഇത് ഉള്ളൂ ID ആക്ടിവേഷൻ ആവുള്ളൂ. 37,000 രൂപയുടെ പർച്ചേസ് ചെയ്യണം. മാത്രമല്ല, 37,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ആളുകളെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് റാങ്ക് മാറുള്ളൂ. റാങ്ക് മാറാൻ 37,000 രൂപയുടെ ആളുകൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരണം. സാധാരണക്കാർക്ക്, നമ്മൾ അനന്തൻ സാറെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യൂല, 36,000 പർച്ചേസ് ചെയ്യാൻ ഇനി സ്വർണ്ണോ അല്ലെങ്കിൽ വേറെ ആധാരം കൊടുത്തിട്ടാണെങ്കിൽ എടുത്താലും നമുക്ക് ഇനി എവിടുന്ന് കിട്ടും ആളുകളെ. അപ്പൊ നമ്മളെ കമ്പനിയിൽ എന്തില്ല, നമ്മൾ 1000 രൂപ കൊടുത്താലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പൊ ഇന്നലെ ഒരു കമ്പനിയെ കുറിച്ച് കേട്ടെന്താ വെച്ചാല് 2,50,000 രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 54,000 രൂപ കിട്ടും. അത് നമ്മൾ പർച്ചേസ് ചെയ്യണം 2,50,000 രൂപയുടെ. പിന്നെ വീണ്ടും 2,50,000, അപ്പൊ ഒരു റാങ്കിലെത്തും. വീണ്ടും 2,50,000 രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ അടുത്ത റാങ്ക് എത്തും. പിന്നെ ഒരു 54,000 കിട്ടും. വീണ്ടും നമ്മൾ ഇങ്ങനെ 2,50,000 പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക, എന്നിട്ട് ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്തോ ഇല്ലേ എന്നുള്ളത് കമ്പനി ഉത്തരവാദിയല്ല. നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, റാങ്ക് മാറാം, നമുക്ക് ഇൻകം കിട്ടും. ഇത് മാത്രം. എന്നാൽ ഇവിടെ നമ്മളെ കമ്പനി അതുപോലെ പല, അതായത് പല കമ്പനികളും പല പ്രശ്നങ്ങളും ഉണ്ട്. നോമിനേഷൻ ഫെസിലിറ്റി ആയിട്ട്, ക്യാരി ഫോർവേഡിങ് സിസ്റ്റം, ഇതൊന്നും പല കമ്പനികളിലും ഇല്ല. അതുപോലെ പല കമ്പനികളും ഇന്ന് ഇപ്പോ ഓൺലൈൻ തട്ടിപ്പായിട്ട്, അതായത് ഒരു കമ്പനി, അതായത് നമ്മളെ മലപ്പുറം
എന്താ പറയാ, പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിൽ നിന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ഡയറക്ട് സെല്ലിംഗ് കമ്പനി. അത് ചെട്ടിപ്പടിയുള്ള എൻ്റെ ഒരു ടീമുണ്ട് പരപ്പനങ്ങാടിയുള്ള. ആ ടീം വിളിച്ചിട്ടുണ്ടോ സാർ, ഇവിടുന്ന് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ട്. ഏത് നമ്മളെ കമ്പനിയൊക്കെ പുറത്തുനിന്ന് വന്നല്ലേ, അപ്പൊ ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും പുറത്തുള്ള, പക്ഷെ ഇവിടെ മലപ്പുറത്ത് ഒരു ഡയറക്ട് സെല്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തായാലും പ്രൊഡക്റ്റ് എന്ന് വെച്ചാല് മറ്റേ ഇതൊക്കെയാണ്, ഇത് നമ്മളെ മുളക് പൊടി, അച്ചാറ്, ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ. ഇതൊക്കെ ഏതോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തുടങ്ങുന്നതാണ്. അപ്പൊ ആ കമ്പനിയിൽ നല്ല പ്ലാനാണ്, നല്ല ഇൻകം കിട്ടുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. അതുപോലെ ഇങ്ങനെ എന്താ പറയാ, സാധാരണക്കാർ ഇപ്പൊ പല രീതിയിൽ പല ആളുകളും മൈ ലൈഫ് സ്റ്റൈല് പോലെ ഡയറക്ട് സെല്ലിംഗ് പല ആളുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഉദാഹരണത്തിന് നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മുടെ ബെല്ലി സാറ് 2 ഐഡിയയില് പിന്നെ 2,10,000 സ്ഥിരമായിട്ട് മേടിക്കുന്ന ആളാ. ആ ആള് ബെല്ലി സാർ പറഞ്ഞ ഉദാഹരണത്തിന് ബെല്ലി സാർ വേറെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം എങ്കിൽ, ബെല്ലി സാർ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാ, നമ്മളോട് പറയാ നിങ്ങളൊക്കെ ഞങ്ങളെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ ഒരു 100% ഇല്ലെങ്കിൽ ഒരു 50% ആളുകൾ മൈലേക്ക് വിട്ടിട്ട് ചിലപ്പം, അതായത് ഒരു 10% ആളുകൾ ബെല്ലി സാറ് കൂടെ പോകാൻ സാധ്യതയുണ്ട്. എങ്ങനെ, ചിലപ്പോൾ ഇതിനും നല്ല പ്ലാൻ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ ബെല്ലി സാറ് കൂടെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ബെല്ലി സാർ എന്തുകൊണ്ടാണ് ചെയ്യാത്? ബെല്ലി സാർക്ക് ഇതിലും കൂടുതൽ ഒരു വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനിയോ, ഇതിലും കൂടുതൽ, അതായത് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് കോടികൾ തരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കമ്പനി തെറ്റാണ്. അങ്ങനെ ഒരിക്കലും ഒരു കമ്പനിക്കും കൊടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ ഈ ഒരു വരുമാനം, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ അയ്യൂബ് സാർ ഉണ്ട്, എന്റെ ഉപ്പന്റെ അപ്ലൈൻ അയ്യൂബ് സാർ, അയ്യൂബ് സാർ ഉണ്ട്. അയ്യൂബ് സാർക്ക് എല്ലാ കമ്പനികളെ കുറിച്ച് പഠിച്ച് അതിൽ ഏതാണ് നല്ലത് എന്ന് മനസ്സിലാക്കി മാത്രമാണ് മൈ ലൈഫിൽ പ്രവർത്തിക്കുന്നത്. അല്ലാതെ അയ്യൂബ് സാർക്കൊന്നും എന്തില്ല, വേറെ കമ്പനി പോകാൻ അറിയാഞ്ഞിട്ടോ, ഇത് മാത്രമേ ഞാൻ ചിന്തിച്ചു. അതുപോലെ നമ്മള് ഈ കമ്പനിയുടെ, ഞാൻ ഓരോ ദിവസം ഇപ്പൊ എന്റെ ടീമുള്ള ഒരാളുണ്ട്, എല്ലാ കമ്പനിയിലും പോയിട്ട് അന്വേഷിച്ച് നോക്കും. ആ കമ്പനി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, എന്തെങ്കിലും നല്ലതുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് എന്തെങ്കിലും മോശം ഉണ്ടോ എന്ന് നോക്കും. നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മോശമായിരിക്കും. ഇവിടെ ഉണ്ടാവും നമ്മളെ കമ്പനിയിലും. മൈ ലൈഫ് ഇപ്പോ ഉദാഹരണത്തിന് ഇസ്ലാം മതത്തിനെ പറയിപ്പിക്കുന്ന പല ആളുകളുണ്ട്. ഉസ്താദുമാര് പല മോശം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതിനർത്ഥം ഇസ്ലാം മതം തെറ്റാണോ, ഇസ്ലാം മതം അല്ലെ ഉസ്താദുമാര് തെറ്റാണെന്നല്ല. ഹിന്ദു മതത്തിനെ പറയിപ്പിക്കുന്ന പല ആളുകളും ഉണ്ടാവും. എല്ലാ മതത്തിലാണെങ്കിലും ഏത് മതമാണെങ്കിലും ആ മതത്തിനെ പറയിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. എന്ന് വെച്ച് ആ മതം തെറ്റാണ് എന്നല്ല. അതുപോലെ മൈ ലൈഫിലുള്ള പല ആളുകളും മൈ ലൈഫിനെ പറയിപ്പിക്കുന്ന രീതിയിൽ ആളുകളെ കൊണ്ട് ലക്ഷങ്ങളും കോടികളും പ്രോഡക്റ്റ് എടുപ്പിച്ചിട്ടും, അല്ല അവരെ പിന്നെ പ്രോഡക്റ്റ് എടുപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, 1 ലക്ഷത്തിനൊന്ന് പ്രോഡക്റ്റ് എടുപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്യാതെ അവര് ബിസിനസ് പോലും കയറി കഴിഞ്ഞാൽ പിന്നെ തടി തപ്പണ സ്വഭാവമുള്ള പല ആളുകളുണ്ട്. ഇതൊക്കെ മൈ ലൈഫിൽ നെഗറ്റീവ് ആയിട്ടുള്ള എനിക്ക് കുറെ പറയാനുണ്ട്. പക്ഷെ ഞാൻ സമയം ആയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ ടീമിനോടൊപ്പം നിന്ന് നമ്മുടെ ടീമിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് പ്രവർത്തിച്ച് അവരെങ്ങനെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുമോ അതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ട് മുന്നേറുക. മറ്റൊന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു അവസരത്തിലേക്ക് എന്നെ ക്ഷണിച്ച